കൂടിയിനി. അയ്യോ, ഓഫീസിൽ ഇരുന്ന് തലയ്ക്ക് പ്രാന്തെടുത്തപ്പോൾ ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയാണ്. ഇപ്പം 4:30 മണിയായി. എങ്ങോട്ടൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഷെറിൻ വ്ലോഗ്സ് പറയണോ അല്ല, തേരാപ്പാര, എറണാകുളത്ത് തേരാപ്പാര നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് 1-2 സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. എറണാകുളത്തെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളാണ് കേട്ടോ. ചിലത് ചരിത്രപരമായ എന്നൊക്കെ പറയാം, ചിലത് മാത്രം കേട്ടോ, ഫുള്ളല്ല. അപ്പം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വലിയ വെയിലൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചാണ് കുടയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ കോൺവെന്റ് റോഡിലാണ് പോണേ. MG റോഡിൽ നിന്ന് കോൺവെന്റ് റോഡ് കട്ട് ചെയ്ത് പോവാണ്. നമ്മൾ നടന്ന് കോൺവെന്റ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അധികം തുണിക്കട ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെയാണ് ഫേമസ് ലേഡി സ്റ്റോറായ അൽഫോൺസ, ഗുഡ്വിൽ, അതൊക്കെ. ഇത് സെന്റ് തെരേസാസ് കോളേജിന്റെ ബാക്ക് ഗേറ്റ് ആട്ടോ. വണ്ടി ഇവിടെ ഓപ്പൺ ആയിരുന്നു, അപ്പൊ ആ തുറക്കാറില്ലാന്ന് തോന്നുന്നു. ഇവിടെ എന്തോ മോളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയ ബ്രോഡ്വേ ആട്ടോ. ഞാൻ റൈറ്റിലേക്കാണ് പോണത്. ഇതാട്ടോ അൽഫോൺസ കിഡ്സ് കളക്ഷൻ. പിന്നെ അതേ ഉർവശി, ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് കടകളാണ് കേട്ടോ. സൈഡിലൊരു ഇതുണ്ട്, തോട് പോലെ. അപ്പടി അഴുക്ക് വെള്ളമാണ്. സ്മെല്ല് ഭയങ്കര മണം. റൈറ്റ് സൈഡിൽ കാണുന്ന സെന്റ് തെരേസാസ് കോളേജ് ആട്ടോ. നമ്മളതിന്റെ ബാക്ക് ഗേറ്റിൽ നിന്ന് ഇപ്പുറത്തേക്കാണ്. ഇതാ സെന്റ് തെരേസാസ് കോളേജിന്റെ ഇത് സൈഡിലെ ഗേറ്റ്. അപ്പുറത്ത് മെയിൻ ഗേറ്റ് ഉണ്ട്. ഇവിടെ റൈറ്റ് കാണാണ് ഇന്ദിരാ പ്രിയദർശിനി ചിൽഡ്രൻസ് പാർക്കില്ലേ, ഇന്ദിരാ പ്രിയദർശിനി. ഇതവിടെ കാണുന്ന രണ്ടോ ഗവൺമെന്റ് ലോ കോളേജ്. ലോ കോളേജ് എറണാകുളമാണ്. അവിടെ എന്തോ ഇലക്ഷനൊക്കെ ആണെന്ന് തോന്നുന്നു. ഈ ഇന്ദിരാ പ്രിയദർശിനി പാർക്കിന്റെ തൊട്ടപ്പുറത്താട്ടോ സുഭാഷ് പാർക്ക്, സുഭാഷ് ചന്ദ്രബോസ് പാർക്ക്. ഇവിടെ എന്തൊക്കെയോ